ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചെമ്പനപ്പൂവിൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഇന്നത്തെ പ്രമോയിൽ നമ്മൾ കണ്ടൊരു ഭാഗമാണ് ആന്റണി നേരെ ശ്രുതിയെ വിളിച്ചതിന് ശേഷം സച്ചിയുടെ വണ്ടിയുടെ താക്കോൽ എത്തിച്ചേരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടല്ലേ. അതിനുശേഷം ശ്രുതിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ഭാമ നേരെ സച്ചിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം ആ താക്കോലുമായി നേരെ ശ്രുതിയുടെ അടുത്ത് കൊണ്ടേ കൊടുക്കുകയും ശ്രുതി ഈ ഒരു താക്കോൽ ആന്റണിയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നതും എല്ലാം തന്നെ നമ്മൾ ഇന്നത്തെ പ്രമോയിൽ കണ്ടതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഒരു താക്കോൽ നമ്മുടെ ആന്റണിയുടെ കയ്യിലെത്തിയതിന് ശേഷം നമ്മുടെ സച്ചിക്ക് പതിയിരിക്കുന്ന അപകടം, ആ ഒരു അപകടത്തിൽ നിന്ന് സച്ചി തരണം ചെയ്ത് വരുമോ ഇല്ലയോ എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. ആ ഒരു ക്വസ്റ്റ്യനുള്ള ഉത്തരമാട്ടോ ഞാൻ ഈ പറയുന്നത്. അപ്പം അതിന് മുന്നേ തന്നെ ഇങ്ങനെ ഒരു വൈരാഗ്യം നമ്മുടെ ആന്റണിയുടെ മനസ്സിലേക്ക് തോന്നാനുണ്ടായ കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആന്റണി പലിശപ്പിരിവിനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന അതേ സമയം തന്നെ നമ്മുടെ രേവതി അതേ സ്ഥലത്ത് വരികയും രേവതിയോട് കുറച്ചൊന്ന് ഗുണ്ടായുസം കാണിക്കാനായിട്ട് ആന്റണി ചെല്ലുന്ന സമയത്ത് രേവതിയുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടുന്നുണ്ടല്ലേ. ആ ഒരു സമയം തന്നെ ആന്റണി പറയുന്നുണ്ട്, നിന്നെ ഞാൻ എടുത്തോളാം, നീ ഇപ്പം ഇവിടെ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ടോളാം പറഞ്ഞിട്ടാണല്ലേ പോകുന്നത്. എന്നാൽ രേവതി അതൊന്നും വകവെക്കുന്നില്ല. അതിനുശേഷം വീട്ടിലേക്ക് വന്നിട്ട് സച്ചിയോട് ഈ ഒരു കാര്യം പറയുന്ന സമയത്തിന് സച്ചിക്ക് എന്തൊക്കെയോ ഒരു അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടെന്നുള്ളൊരു ഡൗട്ട് സച്ചിക്കായി തന്നെ തോന്നുന്നുണ്ട്. അങ്ങനെ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്താണ് സച്ചി, അതായത് എന്നേക്കുമായിട്ട് രേവതിക്ക് സച്ചി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ രേവതിക്ക് അത് താങ്ങാവുന്നതിലും അധികമാണെന്ന് നമ്മുടെ ആന്റണിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ സച്ചിയെ ഇല്ലാതാക്കുക, അതിലൂടെ രേവതി എന്നേക്കുമായിട്ട് വിധവയായി ജീവിക്കുക, അവക്കടെ കണ്ണുനീര് കാണണം എന്നുള്ളൊരു വാശിയോട് കൂടി തന്നെയാണ് ആന്റണി ഇതിനെല്ലാം തന്നെ മുൻകൈ എടുക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഗുണ്ടകളോട് ഈ ഒരു കാര്യം പറയുന്നതും ശ്രുതിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു നീച പ്രവൃത്തി ചെയ്യാനായിട്ട് ആന്റണി ഒരുങ്ങുന്നതും. ആന്റണി എന്തുദ്ദേശം അതേ രീതിയിൽ തന്നെ സച്ചിയുടെ വണ്ടിയുടെ ബ്രേക്ക് പൊട്ടിച്ചതിന് ശേഷം പിറ്റേന്ന് നേരം പുലരുമ്പോൾ തന്നെ സച്ചി വണ്ടി എടുത്തുകൊണ്ട് പോകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പതിയിരിക്കുന്ന അപകടം ഒന്നും അറിയാതെ തന്നെ രേവതി സച്ചി യാത്രയാക്കുന്നുണ്ട്. അങ്ങനെ വണ്ടിയിൽ പോകുന്ന സമയത്താണ് സച്ചിക്ക് തൻ്റെ വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നത് കേട്ടോ. ഒരു നിമിഷത്തേക്കാണ് സച്ചി ഒന്ന് പതറുന്നുണ്ട്, ഇനി എന്താവും അവസ്ഥ, തൊട്ട് നേരെ വരുന്ന വാഹനത്തിലുള്ളവരും തൻ്റെ ജീവൻ ഒരേ രീതിയിൽ തന്നെ അപകടത്തിലാകുന്ന അവസ്ഥ. അങ്ങനെ സച്ചി ഒരു കണക്കിന് ആ ഒരു വണ്ടി മറ്റൊരു നിർത്തിയിട്ടിരിക്കുന്ന ബൈക്കിലേക്കായിട്ട് കൊണ്ടിടിച്ച് വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് സച്ചിയുടെ വണ്ടിക്ക് ചെറിയൊരു പോറലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ സച്ചി സേഫായിട്ട് തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം എന്തായാലും ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയില്ല. നമ്മുടെ സച്ചിക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് സച്ചി ആ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ സച്ചിക്ക് അപകടം ഒന്നും തന്നെ പറ്റുന്നില്ല. പക്ഷെ അതിലും വലിയൊരു അപകടം അവിടെ പതിയിരിക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്നുള്ളതിൻ്റെ വീഡിയോ നാളെ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. ആരും തന്നെ മിസ് ചെയ്യരുത്, എല്ലാവരും കാണണം. കണ്ടാൽ മാത്രം പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടെ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.